ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ജാതകത്തിലെ ഗ്രഹനില നോക്കി ആ ജാതകന്റെ ശുഭ ഗ്രഹങ്ങളും അശുഭ ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങൾ നൽകാൻ സാധ്യതയുള്ള ശുഭഫലങ്ങളും അശുഭ ഫലങ്ങളും എങ്ങനെ സ്വയം മനസ്സിലാക്കാം എന്നതാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം എന്ന് പറയുന്നത് ലഗ്നഭാവമാണ്. അതായത് ജനന സമയത്ത് സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന രാശി. ഈ ഭാവത്തെ ലഗ്നഭാവം അഥവാ ഒന്നാം ഭാവം എന്ന് പറയാം. ഈ രാശിയെ ഗ്രഹനിലയിൽ ല എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിരിക്കും. അടുത്തതായി ജാതകത്തിലെ ഗ്രഹനിലയിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ നവഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ ഒഴികെയുള്ള ഗ്രഹങ്ങൾക്ക് സ്വന്തമായ രാശികൾ അഥവാ ഉടമസ്ഥ അവകാശമുള്ള രാശികൾ അല്ലെങ്കിൽ സ്വക്ഷേത്രം എന്ന് പറയപ്പെടുന്ന രാശികൾ ഉണ്ട്. അത് എങ്ങനെ എന്നാൽ മേടം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും രാശിനാഥൻ അഥവാ ഉടമസ്ഥൻ ചൊവ്വ ആണ്. ഇടവം രാശിയുടെയും തുലാം രാശിയുടെയും രാശിനാഥൻ ശുക്രനും, മിഥുനം രാശിയുടെയും കന്നി രാശിയുടെയും രാശിനാഥൻ ബുധനും, ധനു രാശിയുടെയും മീനം രാശിയുടെയും ഉടമസ്ഥൻ അഥവാ രാശിനാഥൻ വ്യാഴം അഥവാ ഗുരുവും, മകരം രാശിയുടെയും കുംഭം രാശിയുടെയും ഉടമസ്ഥൻ ശനി അഥവാ മന്ദനും, അവശേഷിക്കുന്ന രണ്ട് രാശികളിൽ കർക്കിടകം രാശിയുടെ രാശിനാഥൻ ചന്ദ്രനും, ചിങ്ങം രാശിയുടെ രാശിനാഥൻ സൂര്യനുമാണ്. സൂര്യനും ചന്ദ്രനും ഓരോ രാശികളുടെ മാത്രം ഉടമസ്ഥ അവകാശവും ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ പഞ്ചഗ്രഹങ്ങൾക്ക് ഒരു ഗ്രഹത്തിന് രണ്ട് രാശിയുടെ വീതം ഉടമസ്ഥ അവകാശവും ഉണ്ട്. ഈ ഗ്രഹങ്ങൾ ജനന സമയത്ത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു എങ്കിൽ ആ ഗ്രഹങ്ങൾ ജാതകനെ സംബന്ധിച്ച് പൂർണ്ണമായും ശുഭഫലങ്ങൾ നൽകുന്ന ഗ്രഹമായിരിക്കും. അതിന് കാരണം ആ ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ പരിപൂർണമായ ബലത്തോടുകൂടി നിൽക്കുന്ന ഗ്രഹമായിരിക്കും. ഒരാൾ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ ആ ആളിന് നല്ല ധൈര്യവും വീര്യവും ഒക്കെയുണ്ടാകും എന്ന് പറയുന്നത് പോലെ കരുതിയാൽ മതി. അടുത്തതായി ഗ്രഹങ്ങൾ തമ്മിലുള്ള ശത്രു മിത്ര ബന്ധങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാം. അഥവാ ചില ഗ്രഹങ്ങൾ തമ്മിൽ ശത്രുക്കളും ചില ഗ്രഹങ്ങൾ തമ്മിൽ ബന്ധുക്കളും ആയിട്ടാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് എങ്ങനെയെന്നാൽ സൂര്യന്റെ ബന്ധുക്കളായി വ്യാഴം, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഉള്ളത്. ശനി, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ശത്രു ഗ്രഹങ്ങളും ബുധൻ ശത്രുവും മിത്രവും അല്ലാത്ത സമൻ എന്ന അവസ്ഥയിൽ ഉള്ള ഗ്രഹവും ആണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഗ്രഹനിലയിൽ സൂര്യൻ നിൽക്കുന്നത് സൂര്യന്റെ സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിൽ നിൽക്കുന്നു എങ്കിൽ ബലമുള്ള ഗ്രഹമാണ്. അതുകൊണ്ട് ആ ഗ്രഹത്തിന് ശുഭത്വവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സൂര്യൻ തൻ്റെ മിത്ര ഗ്രഹങ്ങളായ വ്യാഴം, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോഴും ബലമുള്ള ഗ്രഹവും അതിനാൽ പൊതുവെ ശുഭത്വവും ഉണ്ടാകുന്നതാണ്. എന്നാൽ ശത്രുഗ്രഹങ്ങളായ ശനിയുടെയും ശുക്രന്റെയും ക്ഷേത്രങ്ങളിൽ ജനന സമയത്ത് സൂര്യൻ നിൽക്കുന്നു എങ്കിൽ സൂര്യന് ബലമില്ലാതെ വരികയും
അതിൻ്റെ ഫലമായി സൂര്യൻ ആ ജാതകനെ സംബന്ധിച്ച് അശുഭത്വമുള്ള ഗ്രഹമായി മാറുകയും ചെയ്യുന്നു. ഈ സൂര്യൻ മിക്കപ്പോഴും ജാതകന് ജീവിതത്തിൽ സൂര്യൻ നൽകുന്നതായ അശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ സൂര്യൻ സ്വക്ഷേത്രത്തിലും മിത്രക്ഷേത്രത്തിലുമാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യൻ നൽകുന്നതായ ശുഭ ഫലങ്ങളും ജാതകന് നൽകുന്നതാണ്. അതുപോലെ സമക്ഷേത്രങ്ങളായ ബുധന്റെ ക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളും അശുഭ ഫലങ്ങളും സമ്മിശ്രമായി പ്രദാനം ചെയ്യുന്നതുമാണ്. അടുത്തതായി ചന്ദ്രനെ സംബന്ധിച്ച് പറയാം. ചന്ദ്രന്റെ ബന്ധുക്കൾ സൂര്യനും ബുധനും ആണ്. ചന്ദ്രന് ശത്രുക്കളായി ആരും തന്നെ ഇല്ല. സൂര്യനും ബുധനും ഒഴികെ ബാക്കി വരുന്ന ചൊവ്വ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ ചന്ദ്രന് സമന്മാരാണ്. സ്വക്ഷേത്രമാകയാൽ കർക്കിടകത്തിൽ പൂർണ്ണവും സമന്മാരായ ഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ ഭാഗികമായും ചന്ദ്രന് ബലമുണ്ട്. അടുത്തത് ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് വ്യാഴം, സൂര്യൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ മിത്രഗ്രഹങ്ങളും ബുധൻ ശത്രുവും ശനിയും ശുക്രനും സമന്മാരുമാണ്. വ്യാഴം, സൂര്യൻ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ചൊവ്വ ബലവാനും അതിനാൽ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. സമക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ ഭാഗികമായ ശുഭഫലങ്ങളും ശത്രു ക്ഷേത്രങ്ങളിൽ ജനന സമയം നിൽക്കുന്നു എങ്കിൽ അശുഭ ഫലങ്ങളും പ്രദാനം ചെയ്യും. അടുത്തത് ബുധനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൂര്യനും ശുക്രനും ബന്ധുക്കളും, ചന്ദ്രൻ ശത്രുഗ്രഹവും, ചൊവ്വ, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ സമന്മാരും ആകുന്നു. അതിനാൽ ബുധൻ മേൽ പറഞ്ഞതുപോലെ മിത്രക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ ബലവാനും ശുഭഫലദായകനും, ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ദുർബലനും അശുഭഫലദായകനും, സമക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ ശുഭാശുഭ സമത്വവും പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തത് വ്യാഴം അഥവാ ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ മിത്രഗ്രഹങ്ങൾ അഥവാ ബന്ധുഗ്രഹങ്ങളും ശുക്രനും ബുധനും ശത്രുഗ്രഹങ്ങളുമാണ്. ശനി സമനായ ഗ്രഹവുമാണ്. ഫലങ്ങൾ മേൽ പറഞ്ഞതുപോലെ ബന്ധുഗ്രഹങ്ങളിൽ നിൽക്കുമ്പോൾ ശുഭഫല ദാതാവും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുകയും സമക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ശുഭാശുഭ സമത്വം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. അടുത്തത് ശുക്രന് ബന്ധുക്കളായി വരുന്നത് ബുധനും ശനിയുമാണ്. ശത്രുക്കളാകുന്നത് സൂര്യനും ചന്ദ്രനും. ചൊവ്വയും വ്യാഴവും സമനുമാണ്. ശുക്രനെ സംബന്ധിച്ചും ബന്ധുക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ ശുഭനും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അശുഭഫലദായകനും സമക്ഷേത്രത്തിൽ ശുഭാശുഭ സമത്വവും പ്രദാനം ചെയ്യുന്നു. അടുത്തത് ശനിക്ക് ബുധനും ശുക്രനും ബന്ധുക്കളും, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ശത്രുക്കളും, വ്യാഴം സമനുമാണ്. ബന്ധുക്ഷേത്രങ്ങളിൽ ശുഭഫലദായകനും ശത്രുക്ഷേത്രങ്ങളിൽ അശുഭ ഫലവും സമക്ഷേത്രങ്ങളിൽ ശുഭാശുഭ സമത്വവും ശനിയും പ്രദാനം ചെയ്യുന്നു. അടുത്തത് രാഹു കേതുക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ബുധൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങൾ ബന്ധുക്കളും, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ശത്രുക്കളും, ചൊവ്വ സമനുമായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും ചില ആചാര്യന്മാർ ചൊവ്വ ശത്രുവാണെന്നും വ്യാഴം ശത്രുവല്ല സമനാണെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേൽ പറഞ്ഞവയാണ് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ തമ്മിലുള്ള ശത്രു മിത്ര ബന്ധങ്ങൾ. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശികളിലാണ് നിൽക്കുന്നത് എന്ന് നോക്കി ആ ഗ്രഹങ്ങൾ നൽകുന്ന ശുഭ അശുഭ ഫലങ്ങൾ മനസ്സിലാക്കാനുള്ള ലളിതമായ മാർഗമാണ് മേൽ പറഞ്ഞത്. 2-3 പ്രാവശ്യം ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിച്ചാൽ തന്നെ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ
ഓരോ ഗ്രഹവും ഗ്രഹനില അനുസരിച്ച് ശുഭനാണോ അശുഭനാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തരായ ഗ്രഹങ്ങൾ ശത്രു ഗ്രഹങ്ങളും മിത്ര ഗ്രഹങ്ങളും ഒക്കെ ആയി മാറുന്നത്. പൊതുവെ പറയുമ്പോൾ ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ ശുഭഗ്രഹങ്ങളെന്നും ചൊവ്വ, സൂര്യൻ, ശനി എന്നീ ഗ്രഹങ്ങളെ പാപഗ്രഹങ്ങളെന്നും അഥവാ അശുഭ ഗ്രഹങ്ങളെന്നും പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ജനന സമയത്ത് ഗ്രഹങ്ങൾ ഏതേത് ക്ഷേത്രങ്ങളിൽ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഗ്രഹങ്ങളാണ് തനിക്ക് അനുകൂലന്മാരെന്നും ഏതേത് ഗ്രഹങ്ങളാണ് തനിക്ക് പ്രതികൂലനെന്നും മനസ്സിലാക്കേണ്ടത് മേൽപ്പറഞ്ഞ പ്രകാരമാണ്. ലഗ്നഭാവം മുതൽ 12 ഭാവങ്ങളുടെ ശുഭാശുഭത്വം അടുത്ത വീഡിയോയിൽ പറയാം. തലക്കുറി, ജാതകം, പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.